ഹായ് നമസ്തേ. ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് മൂന്നാറാണ്. വീണ്ടും ടീ പ്ലാന്റേഷൻ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. വേറൊരു ശാന്തമ്പാറയിലാണ്, പൂപ്പാറയിലാണ്. പൂപ്പാറയിൽ നമ്മൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോവാണ് മൂന്നാറിലേക്ക്. മൂന്നാറിലേക്ക് നമ്മൾ പോകണമൊപ്പം നമ്മുടെ ഒപ്പം 3 സ്കൂട്ടറാണ് കൂടുതലുള്ളത്. അപ്പോൾ സ്കൂട്ടറിനെ പറ്റി പറഞ്ഞതിന് മുമ്പ് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ എൻഡോർക്ക് 125ൻ്റെ വ്ളോഗ് ചെയ്തിരുന്നു. ഒരുപാട് സപ്പോർട്ട് ഫ്രണ്ട്സ് തന്നു. അതോടൊപ്പം തന്നെ റേ ZR 125ൻ്റെ വ്ളോഗ് ചെയ്തിരുന്നു. അതിനും ഒരുപാട് സപ്പോർട്ട് തന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. പക്ഷേ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോണത് 3 വണ്ടികളാണ്. ഒരു പുതിയ അതിഥിയും കൂടെ നമ്മുടെ ഒപ്പം ഉണ്ട്. വേറെ ആരുമല്ല, ഹോണ്ട ആക്റ്റീവ 125. അപ്പം 3 ബൈക്കും കൊണ്ടാണ് നമ്മളിന്ന് 3 സ്കൂട്ടർ കൊണ്ടാണ് നമ്മളിന്ന് പോകുന്നത്. മൂന്നാർ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ യാത്ര. അപ്പം 1 ലിറ്റർ പെട്രോളിൽ ആരാണ് കൂടുതൽ ഓടുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. സോ ലെറ്റ്സ് ബിഗിൻ നൗ. അപ്പോൾ ഞങ്ങൾ 3 പേരുടെയാണ് റൈഡ് ചെയ്യാൻ പോണത്. 3 പേരും നമ്മുടെ റൂട്ടിൽ തന്നെ 3 പേരും മാറി മാറി ഓടിക്കും. അപ്പോൾ അതിൻ്റെ ഏകദേശം സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഓൺ ദ വേയിൽ പറഞ്ഞു തരാം. പിന്നെ ഇതിൻ്റെ കംഫർട്ട് ലെവലും റൈഡ് എക്സ്പീരിയൻസും ക്വാളിറ്റി എല്ലാം ശിവ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞങ്ങൾ റൈഡ് വരുമ്പോൾ പോകുന്ന റെസ്റ്റോറൻ്റ് ആണ്. തുറന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, ആളുടെ കോൺടാക്ട് നമ്പറും ഇല്ല. പക്ഷെ തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡ് നമുക്ക് അവിടെ കിട്ടും. അപ്പൊ ശിവ റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ വീണ്ടും ബൈക്ക് സ്വാപ്പ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പൊ സൂര്യനെല്ലി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഉച്ച സമയമായി. അപ്പം വിശക്കുന്നുണ്ട് നല്ലപോലെ. അപ്പം സാന്റെ ചേട്ടനും ആൾക്കാർക്ക് അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ കൊണ്ട് 3 വണ്ടിയും പാർക്ക് ചെയ്തേക്കാണ്. നിലവിൽ മൈലേജിന് ഒരു പ്രശ്നം വന്നിട്ടില്ല. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി റിവ്യൂ നോക്കാം. ഇപ്പൊ ശിവ റെസ്റ്റോറന്റ് ഓണർ എന്ന് പറഞ്ഞ ശിവ എന്ന് പറഞ്ഞ ആളിതാണ്. ശിവ എസ് സുരൈരാജ് ആണ് ശിവ റെസ്റ്റോറന്റ് ഓണർ. നല്ല
നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് നമുക്ക് വർഷങ്ങളായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻ്റാണ് ശിവ റെസ്റ്റോറൻറ്റ്. ഈ വഴി നമ്മൾ കടന്നു പോകുമ്പോഴെല്ലാം 3-4 കഴിയുമ്പോൾ കടന്നു പോകുമ്പോഴെല്ലാം നമ്മളിവിടെ കയറാറുണ്ട്, നല്ല ഭക്ഷണം കഴിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ കേരള പൊറോട്ടയാണ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ആ കട്ടി കുറഞ്ഞ് റൗണ്ട് പൊറോട്ടയായിരുന്നു നമ്മുടെ മധുരയിലൊക്കെ കിട്ടുന്ന കൂടെ. പക്ഷേ അടിപൊളിയായിരുന്നു പൊറോട്ട. പിന്നെ കൊറോണയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറുമ ഉണ്ടാക്കണില്ല, പകരം സാമ്പാറാണ്. പക്ഷെ തിരക്കായി കഴിയുമ്പോഴത്തേക്കും കുറുമയിലേക്ക് വരും അല്ലേ. പൊറോട്ടയും കുറുമയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ചിക്കൻ 65, ദിണ്ടിക്കൽ ബിരിയാണി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ സ്നാക്സ് ഐറ്റംസും ഇഷ്ടം പോലെയാണ്. ഇത് നമുക്കൊരു അല്പം ഓഫ് റോഡാണ്. നമുക്ക് 3 വണ്ടിയുടെ സസ്പെൻഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇറങ്ങിപ്പോണ സ്ഥലം സിങ്ക് കണ്ടെത്തുന്ന ആനയിറങ്ങൽ ഡാമിലേക്കാണ്. അവിടെ ഒരു പുൽമേടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 3 വണ്ടിയുടെ സസ്പെൻഷൻ്റെ കേപ്പബിലിറ്റി, സസ്പെൻഷൻ്റെ ആ ഫ്രീനെസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ വിചാരിച്ച പോലെയാണ് എൻഡോർക്കാണ് ഇതിലെ ഏറ്റവും വലിയ കുടിയൻ. 31ാമത്തെ കിലോമീറ്ററിൽ 1 ലിറ്റർ പെട്രോൾ അവൻ കൺസ്യൂം ചെയ്തു. പക്ഷേ സ്റ്റിൽ നമ്മുടെ റേസഡാറും ആക്റ്റീവ 125 സ്റ്റിൽ ഗോയിങ് ഓൺ. പ്രോബ്ലി എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്ററിലൂടെ അത് ചെയ്യാൻ പറ്റും. പക്ഷെ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ എൻഡോർക്ക് തന്നെയായിരുന്നു അല്ലേ? ഓടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ വളരെ, ഞാൻ പറയാം, പവറിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഏത് കയറ്റവും വലിച്ചു കയറി. പിന്നെ സ്റ്റണ്ടിങ് വെള്ളത്തിൽ ചെയ്തപ്പോഴാണെങ്കിലും എൻഡോർക്ക് കാണിച്ച പെർഫോമൻസ് നമുക്ക് മറ്റേതിൽ രണ്ടിലും കിട്ടിയില്ല അല്ലേ? പിന്നെ ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ഇതിന്റെ എക്സോസ്റ്റ് മറ്റു എക്സോസ്റ്റുകളെ കമ്പയർ വെച്ച് കുറച്ചുകൂടെ ലിഫ്റ്റഡ് അപ്പ് ആണ്. ഹയർ പൊസിഷനിലാണ് നിൽക്കുന്നത്. വെള്ളം കയറാൻ ഒട്ടും ചാൻസ് ഇല്ല. പിന്നെ ആ എൻഡോർക്കിന്റെ ടോർക്ക്, പവർ, അതാണ് ശരിക്കും. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ രണ്ടിൽ ആരാണ് ഇവരെ നമുക്കിനി വലിച്ച് പുറയിലേക്ക് ഇടാം. 1 ലിറ്റർ ഊറ്റി കൊടുത്താൽ ഇവരെ വീട്ടിൽ പോയി കിടക്കണം അല്ലേ? അപ്പൊ നമ്മുടെ സെക്ഷൻ ഇത് ഔട്ട്. पेट्रोल हो गया खत्म हो गया. റേസർ 125 ആവറേജ് മൈലേജ് വന്ന് 40 കിലോമീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. എൻടോർക്കിന് 31 കിലോമീറ്റർ. കമ്പനി പ്രോമിസ് ചെയ്യുന്നത് 48 തൊട്ട് 51 വരെ. 48 തൊട്ട് 51 വരെയാണ് കമ്പനി പ്രോമിസ് ചെയ്യുന്നത്. വേറെ റേസറിൽ കമ്പനി പ്രോമിസ് ചെയ്യുന്നത് 58 തൊട്ട് 61 വരെ, 61 വരെ. പക്ഷെ നമുക്ക് കിട്ടിയത് 40 കിലോമീറ്റർ. എന്റെ ഒരു 53 വരെ സംതിങ് ചിലപ്പോൾ പറയുന്നത്, 53 പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ആക്റ്റീവ് ഏകദേശം സെയിം ആണ്, 60 കമ്പനി പറയുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നത് തീരാറായി തോന്നുന്നു. ചെറിയൊരു മിസ്സിംഗ് ആണ്. ഇടയ്ക്ക് വന്ന സമയത്ത് ഒരു ചെറുതായിട്ടൊന്ന് മിസ്സായിരുന്നു. അപ്പൊ നമുക്ക് റൗണ്ട് അപ്പ് ചെയ്ത് പറയുവാണെങ്കിൽ 3 ബ്രാൻഡിലും ഒരു 45-ന് കീഴെ 125 സെഗ്മെന്റിൽ മൈലേജ് എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ അതിൽ പുവർ എൻഡോർക്ക് തന്നെയാണ്, പക്ഷെ പെർഫോമൻസ് വൈസിൽ അവൻ തന്നെയാണ് ഹീറോ. ഓക്കെ, അപ്പം ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. Thank you so much for watching our video. Support us by subscribing our channel and also sending us your valuable comments. So, അടുത്തൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ? ഓക്കെ, സന്ധിക്കും വരെ വണക്കം.